ആഗോള രാഷ്ട്രീയം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന നേതാക്കൾ ഒടുവിൽ ആ വേദിയിൽ ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ്. അതെ, ലോകം മുഴുവൻ കാത്തിരുന്ന ആ മഹാ കൂടിക്കാഴ്ച ഒടുവിൽ സംഭവിച്ചിരിക്കുന്നു. നീണ്ട 16 മാസത്തെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ലോകത്തെ നിയന്ത്രിക്കുന്ന 2 വൻശക്തികളുടെ അമരക്കാർ ഫ്രാൻസിൽ വെച്ച് വീണ്ടും കൈകോർത്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. വെറുമൊരു സാധാരണ നയതന്ത്ര കൂടിക്കാഴ്ചയായിരുന്നില്ല അത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ ഒന്നടങ്കം മാറ്റിമറിച്ച ഒന്നായിരുന്നു. ഡൊണാൾഡ് ട്രംപ് നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ പ്രശംസകൾ കൊണ്ട് മൂടി വാനോളം പുകഴ്ത്തുന്ന കാഴ്ചയ്ക്കാണ് G7 ഉച്ചകോടി സാക്ഷ്യം വഹിച്ചത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ട്രംപിനെ പോലും അത്ഭുതപ്പെടുത്തിയ മോദിയുടെ ആ കരുത്ത് എന്താണ്? നമുക്ക് വിശദമായി നോക്കാം. ചരിത്രപരമായ ഈ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലം ആദ്യം മനസ്സിലാക്കണം. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടണിൽ വെച്ചാണ് ഇതിനു മുമ്പ് മോദിയും ട്രംപും തമ്മിൽ നേരിട്ട് കണ്ടത്. അതിനുശേഷം നീണ്ട 16 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ലോകരാഷ്ട്രീയം പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഈ കാലയളവിൽ ഇരു നേതാക്കളും എപ്പോൾ കാണുമെന്നതായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ നിരീക്ഷകർ ഒന്നടങ്കം കാത്തിരുന്നത്. ഒടുവിൽ G7 ഉച്ചകോടിയുടെ വേദി അതിന് സാക്ഷ്യം വഹിച്ചു. ഉച്ചകോടി ഹാളിലേക്ക് ഇരുവരും എത്തിയപ്പോൾ തന്നെ ആ പഴയ സൗഹൃദത്തിന്റെ കെട്ടുറപ്പും ഊഷ്മളതയും അവിടെ പ്രകടമായിരുന്നു. പുഞ്ചിരിയോടെ പരസ്പരം കൈകൊടുത്തും തോളിൽ തട്ടിയും അവർ ആ വലിയ സൗഹൃദം പുതുക്കി. സോഷ്യൽ മീഡിയയിൽ ഇരുവരുടെയും ഓരോ ചലനങ്ങളും വലിയ ചർച്ചയായിട്ടുണ്ട്. സാധാരണയായി കാണാറുള്ള വലിയ ഒരു ഇതില്ലാതെ തികച്ചും ഔദ്യോഗികമായ ഹസ്തദാനത്തിൽ അവർ ഒതുക്കിയെങ്കിലും ഇരു നേതാക്കളുടെയും മുഖത്തെ ആത്മവിശ്വാസവും പരസ്പര ബഹുമാനവും ലോകത്തിന് നൽകിയ സന്ദേശം വളരെ വലുതായിരുന്നു. ഇന്ത്യ എന്ന മഹാശക്തിയെ അമേരിക്ക എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു ആ കാഴ്ച. ഈ കൂടിക്കാഴ്ചയിലെ ഏറ്റവും മാസ് നിമിഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോക മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച നിമിഷമുണ്ടായത് ഇരു നേതാക്കളും പങ്കെടുത്ത ഔദ്യോഗിക ഉച്ചഭക്ഷണ വേദിയിലായിരുന്നു. ലോകം മുഴുവൻ അമ്പരന്ന് പോയ, ഭാരതീയർക്ക് നെഞ്ചു വിരിച്ച് നിൽക്കാൻ തോന്നുന്ന വാക്കുകളിലൂടെയാണ് ട്രംപ് പ്രധാനമന്ത്രി മോദിയെ പ്രശംസിപ്പിച്ചത്. മോദിയെ കാം, കൂൾ, ടോട്ടൽ കില്ലർ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അതായത് അതീവ ശാന്തനായിരിക്കുമ്പോഴും രാജ്യത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നടപ്പിലാക്കാൻ കെൽപ്പുള്ള അസാധാരണ ഭരണാധികാരി. അവിടെയുണ്ടായിരുന്ന അമേരിക്കയുടെയും മറ്റു രാജ്യങ്ങളുടെയും ഉന്നത ഉദ്യോഗസ്ഥരെ നോക്കി ട്രംപ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പ്രധാനമന്ത്രി മോദി അതീവ ശാന്തനാണ്, ഗൗരവക്കാരനാണ്, അതിലുപരി അസാധാരണമായ ആത്മവിശ്വാസമുള്ളയാളാണ്. കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട്. എന്നാൽ ഞാൻ അങ്ങനെയല്ല, അദ്ദേഹത്തെ നോക്കൂ എന്ന് പറഞ്ഞ് ട്രംപ് മോദിയെ എല്ലാവർക്കും മുന്നിൽ ചൂണ്ടിക്കാണിച്ചു. മോദിയെ പോലെയാകാൻ തനിക്ക് കഴിയില്ലെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായ അമേരിക്കയുടെ പ്രസിഡന്റ് പരസ്യമായി തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതിലും വലിയൊരു അംഗീകാരം ഇനി ഇന്ത്യക്ക് ലഭിക്കാനില്ല. വെറുമൊരു പുകഴ്ത്തലിലോ സൗഹൃദ സംഭാഷണത്തിലോ മാത്രം ഒതുങ്ങിയതായിരുന്നില്ല ഈ ഉഭയകക്ഷി കൂടിക്കാഴ്ച. ഇന്ത്യയുടെയും ലോകത്തിന്റെയും സുരക്ഷയുമായി ബന്ധപ്പെട്ട അതിശക്തമായ നിലപാടുകളാണ് മോദി G7 വേദിയിൽ ഉയർത്തിയത്. സമുദ്രരംഗത്തെ സുരക്ഷയ്ക്കായി ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മോദി ആഹ്വാനം ചെയ്തു. നാവികർക്ക് യാതൊരുവിധ ഭയവുമില്ലാതെ ജോലി ചെയ്യാനാകുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന് അദ്ദേഹം ലോക നേതാക്കളുടെ മുന്നിൽ ഉറപ്പിച്ചു പറഞ്ഞു. അടുത്തിടെ US നടത്തിയ സൈനിക ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ ജീവനക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ശക്തമായ ആശങ്ക ഇന്ത്യ ട്രംപിനെ നേരിട്ട് അറിയിച്ചു. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി മോദി സ്വീകരിച്ച കടുത്ത നിലപാടുകളെ ട്രംപും അംഗീകരിച്ചു കഴിഞ്ഞു. നാവികരുടെ സുരക്ഷയിൽ മോദിയുടെ നിലപാടുകൾ കടുത്തതാണെന്ന് ട്രംപ് പരസ്യമായി സമ്മതിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നതിന്റെ പ്രാധാന്യവും ഹോർമൂസ് തുറക്കുന്നത് ആഗോള സാമ്പത്തിക രംഗത്ത് വരുത്തുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചും മോദി ലോകത്തെ വീണ്ടും ഓർമ്മിപ്പിച്ചു. സുഹൃത്തുക്കളെ, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ആ വാക്കുകൾ വെറുതെ ഉണ്ടായതല്ല. അതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. കാരണം ഇന്ന് ലോക രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദി എന്ന ഒറ്റ പേരിലാണ്. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങൾ ഇന്ത്യയെ ഒരു സാധാരണ വികസ്വര രാജ്യം മാത്രമായി കണ്ടിരുന്നെങ്കിൽ ഇന്ന് G7 പോലെയുള്ള ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന സ്വീകരണം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇന്ന് ആഗോളതലത്തിൽ എന്തൊരു പ്രതിസന്ധി ഉണ്ടായാലും, അത് റഷ്യ യുക്രൈൻ യുദ്ധമാകട്ടെ, പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളാകട്ടെ, ലോകം ആദ്യം നോക്കുന്നത് ഇന്ത്യയിലേക്കാണ്, മോദിയുടെ നിലപാടുകളിലേക്കാണ്. ഇത് യുദ്ധത്തിന്റെ യുഗമല്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ മുഖത്ത് നോക്കി പറയാൻ കാണിച്ച ആർജവം ഒരേ ഒരു നേതാവേ ലോകത്തുള്ളൂ, അത് നരേന്ദ്രമോദിയാണ്. ട്രംപ് പറഞ്ഞതുപോലെ അദ്ദേഹം വെറും ഒരു ശാന്തനായ ഭരണാധികാരിയല്ല,
മറിച്ച് ശത്രുക്കളുടെ തന്ത്രങ്ങളെ നിഷ്പ്രഭമാക്കുന്ന ടോട്ടൽ കില്ലർ തന്നെയാണ്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഭിമാനത്തിനും വേണ്ടി പരുക്കൻ തീരുമാനങ്ങൾ എടുക്കാൻ ഒട്ടും മടിക്കാത്ത നട്ടലുള്ള നേതാവ്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് പോലും പരസ്യമായി സമ്മതിച്ചത് മോദിയെ പോലെയാകാൻ എനിക്ക് കഴിയില്ല എന്ന്. അതെ, ലോകം ഇന്ന് ഇന്ത്യയെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, വിശ്വഗുരു എന്ന പദവിയിലേക്ക് ഇന്ത്യ ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ നരേന്ദ്രമോദി എന്ന കരുത്തനായ നായകന്റെ ദീർഘവീക്ഷണവും അടിയുറച്ച ആത്മവിശ്വാസവും മാത്രമാണ് സുഹൃത്തുക്കളെ. ചരിത്രം നമ്മൾ മറക്കാൻ പാടില്ല. ഒരു കാലത്ത് ഇന്ത്യയെ പരിഹസിച്ചവർ, ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളെയും പ്രതിരോധ ശേഷിയെയും കളിയാക്കിയവർ ഇന്ന് നമുക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുകയാണ്. വിദേശ മാധ്യമങ്ങളും ചില പാശ്ചാത്യ നേതാക്കളും ഇന്ത്യയെ വെറും ഒരു മൂന്നാം ലോക രാജ്യമെന്ന് വിളിച്ച് മാറ്റി നിർത്തിയ ഒരു ഭൂതകാലം ഇന്ത്യക്കുണ്ടായിരുന്നു. വിദേശത്ത് ചെന്നാൽ ഇന്ത്യൻ നേതാക്കൾക്ക് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത് മാറി, കഥ മാറി, ഭരണം മാറി. ഇന്ന് ആഗോള വേദികളിൽ ഇന്ത്യയെ ആർക്കും അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. അന്ന് ഇന്ത്യയെ ചെറുതായി കണ്ട അതേ വിദേശ നേതാക്കളെ കൊണ്ട് തന്നെ, അതേ പാശ്ചാത്യ മാധ്യമങ്ങളെ കൊണ്ട് തന്നെ ഇന്ന് ഭാരതത്തിന്റെ വളർച്ചയെയും നരേന്ദ്രമോദിയുടെ ഈ കരുത്തിനെയും പുകഴ്ത്തി പറയാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. ട്രംപിനെ പോലെ വാക്കുകൾ മാറ്റി പറയുന്ന, ആരെയും വകവെക്കാത്ത ഒരു നേതാവ് പോലും ഇന്ന് വാക്ക് മാറ്റി പറയുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി എന്ന നയതന്ത്രത്തിന്റെ വിജയമാണ്. ഭാരതത്തെ ആർക്കും തൊടാൻ പറ്റാത്ത അത്രയും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി മോദി വളർത്തിയെടുത്തു കഴിഞ്ഞു. പണ്ട് നമ്മളെ കളിയാക്കിയവർ ഇന്ന് ഇന്ത്യയുമായി ഒരു വ്യാപാര കരാറിൽ ഒപ്പിടാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അതെ, ഇത് പരിഹസിച്ചവരുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച പുതിയ ഇന്ത്യയുടെ കഥയാണ്. ഇന്ത്യയുടെ വിദേശ നയങ്ങളെയും മോദിയുടെ ആഗോള നയതന്ത്രത്തെയും എപ്പോഴും വിമർശിക്കുന്നവർക്ക് ഇനി എന്താണ് പറയാനുള്ളത്? മോദി വിദേശത്ത് പോകുന്നത് വെറും ഫോട്ടോ എടുക്കാനാണെന്നും ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു സ്വാധീനവുമില്ലെന്നും ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുന്ന ചില അന്താരാഷ്ട്ര വിദഗ്ധരുണ്ടല്ലോ, അവർ ഫ്രാൻസിലേക്ക്, അല്ലെങ്കിൽ ആ ഫ്രാൻസിൽ നിന്നുള്ള കാഴ്ചകളൊന്ന് കാണണം. ലോകത്തിലെ ഏറ്റവും വലിയ വൻശക്തിയുടെ തലവൻ, ആരെയും വകവയ്ക്കാത്ത ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രിയെ നോക്കി. അദ്ദേഹം അതീവ ആത്മവിശ്വാസമുള്ള ടോട്ടൽ കില്ലറാണ്. കാര്യങ്ങൾ കൃത്യമായി നടത്താൻ അദ്ദേഹത്തിന് കഴിയും, എനിക്കതിന് കഴിയില്ല എന്ന് പരസ്യമായി സമ്മതിക്കുമ്പോൾ ഇവിടെയുള്ള വിമർശകരുടെ എല്ലാ യുക്തികളും തകർന്നു വീഴുകയാണ് സുഹൃത്തുക്കളെ. സ്വന്തം രാജ്യത്തെ 3 നാവികർ കൊല്ലപ്പെട്ടപ്പോൾ അമേരിക്കയുടെ സൈനിക നടപടിയെ ചോദ്യം ചെയ്യാനും ഭാരതീയരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ട്രംപിന്റെ മുഖത്ത് നോക്കി ശക്തമായ ആശങ്ക അറിയിക്കാനും കടുത്ത നിലപാടെടുക്കാനും മോദിക്ക് കഴിഞ്ഞു. അത് ട്രംപിന് പോലും അംഗീകരിക്കേണ്ടി വന്നു. ഇന്ത്യയെ നയിക്കാൻ മോദിയല്ലാതെ മറ്റാരാണുള്ളതെന്ന് ചോദിക്കുന്ന തരത്തിലാണ് ഇന്ന് ആഗോള രാഷ്ട്രീയം നീങ്ങുന്നത്. പണ്ട് ഇന്ത്യയെ മാറ്റി നിർത്തിയവർ ഇന്ന് ഇന്ത്യയുടെ തണൽ കൊതിക്കുന്നു. അതുകൊണ്ട് വിമർശകർ എത്രയൊക്കെ കൂവി വിളിച്ചാലും തളർത്താൻ നോക്കിയാലും ഒന്ന് മാത്രം ഓർക്കുക, ഇത് പുതിയ ഭാരതമാണ്. ഇതിന്റെ നായകൻ നരേന്ദ്രമോദിയാണ്. ആ കരുത്തിന് മുന്നിൽ ലോകം വണങ്ങുമ്പോൾ ഇവിടുത്തെ വിമർശകർക്ക് ഇനി മിണ്ടാതിരിക്കാനേ കഴിയും. സുഹൃത്തുക്കളെ, ഫ്രാൻസിൽ നിന്ന് കണ്ട ആ കാഴ്ചകൾ കേവലം ഒരു വാർത്താ ചിത്രമല്ല. അത് 140 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു മഹാരാജ്യത്തിന്റെ മാറുന്ന ആഗോള കരുത്തിന്റെ നേർചിത്രമാണ്. ഒരു കാലത്ത് അന്താരാഷ്ട്ര ചർച്ചകളിൽ ഇന്ത്യയുടെ ശബ്ദം വെറും ഒരു കേൾവിക്കാരേണ്ടത് മാത്രമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അജണ്ടകൾ നിശ്ചയിക്കുന്നവരായി മാറിയിരിക്കുന്നു. ഒന്നിനും കൊള്ളാത്ത രാജ്യമെന്ന് പണ്ട് മുദ്ര കുത്തി മാറ്റി നിർത്തിയവരുടെ മുൻപിൽ സ്വന്തം നാവികരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ലോകശക്തികളുടെ മുഖത്ത് നോക്കി ശക്തമായ ആശങ്ക അറിയിക്കാൻ ഇന്ന് ഭാരതത്തിന് കഴിയുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ നട്ടലുള്ള ഒരു നായകന്റെ കടുത്ത നിലപാടുകൾ തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.